ഈ എപ്പിസോഡ് തുടങ്ങുന്നത് ജയ്ക്ക് ഷിമ്മിന്റെ മൈൻഡ് വോയിസ് കേൾക്കുമെന്ന് അവൾ തിരിച്ചറിയുന്നത് കാണിച്ചുകൊണ്ടാണ്. ജയ് അവളോട് ചോദിക്കും, എന്തുകൊണ്ടാണ് നീ മരിച്ചു പോകുമെന്ന് പറയുന്നത്? ഷിം അവനോട് അതിന് മറുപടി പറയാതെ എന്നു മുതൽ അവനെല്ലാം കേൾക്കാൻ തുടങ്ങി എന്ന് ചോദിക്കും. ജയ് പറയും, സ്റ്റാർട്ടിങ് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൻ അറിയാമെന്ന്. അതായത് നിനക്ക് മഴ പെയ്തപ്പോൾ കുട പിടിച്ച് തന്നത്, നിനക്ക് നൂഡിൽസ് ഉണ്ടാക്കി തന്നത്, നമ്മൾ കടലിൽ വീണപ്പോൾ നീ എന്നെ രക്ഷിച്ച് മെമ്മറീസ് മായ്ച്ചു കളഞ്ഞത്, അങ്ങനെയല്ല. ഇനി നീ പറ, ഞാൻ കൂടെ ഇല്ലെങ്കിൽ നിന്റെ ഹേർട്ട് സ്റ്റോപ്പ് ആകുമോ? ഉടനെ ഷിമ, അതെ, കാരണം ഇതെന്റെ ലോകമല്ല, ഞാൻ കടലിൽ നിന്ന് നിനക്ക് വേണ്ടി മാത്രമാണ് കരയ്ക്ക് വന്നത്, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പ്രോമിസ് ചെയ്യാഞ്ഞേ. ഇനി എന്നോട് പ്രോമിസ് ചെയ്യാൻ പറയരുത്, കാരണം നീ ഇല്ലെങ്കിൽ ഞാനില്ല. അപ്പോൾ ജയ്ക്ക് നടക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാകും. അതായത് എനിക്കെന്തെങ്കിലും ഒന്ന് ചത്തുപോയാൽ അവളും ചത്തുപോകും. ജയ് പ്രൊഫസർ പറഞ്ഞതെല്ലാം ഓർത്തു നോക്കും. നിങ്ങൾ ഈ കിട്ടിയ ജന്മത്തിൽ പ്രേമിക്കാതിരുന്നാൽ ഫേറ്റ് തന്നെ ചേഞ്ച് ആക്കാൻ പറ്റും. ഇതെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജയ്ക്ക് ഒരു കാര്യം കൂടി സ്ട്രൈക്ക് ആകും. അതായത് ക്രിമിനൽ പറഞ്ഞതുപോലെ അവൻ എറിഞ്ഞ ശൂലത്തിൽ നിന്നല്ല സേവ മരിച്ചത്, റിയോൺ കാരണമാണെന്ന്. ഷിമ്മ ജയെ തൊടാൻ വരുമ്പോൾ അവൻ കാണാത്ത രീതിയിൽ മാറിക്കളയും. ഷിമ്മ റൂമിൽ വന്ന് ആലോചിച്ച് ഒരുപാട് കരയാൻ തുടങ്ങും. അവിടെ നിറയെ മുത്തുകൾ ചിതറിക്കിടക്കും. അതേസമയം ജയു ഒരിടത്ത് മാറി നിന്ന് ചിന്തിക്കാൻ തുടങ്ങും. ഷിംചെങ്ങിനെ കടലിലേക്ക് പറഞ്ഞു വിട്ടാലോ? പ്രൊഫസർ എന്ന് പറഞ്ഞതും കറക്റ്റ് ആയിരുന്നു. അവളെ തിരിച്ച് കടലിലേക്ക് പറഞ്ഞയച്ചാൽ മാത്രമേ കഴിഞ്ഞ ജന്മത്തിൽ നടന്ന ട്രാജഡി നടക്കാതെ ഇരിക്കൂ. പെട്ടെന്ന് അവിടെ നാംജു വരും. നീ ഷിംചെങ്ങും തമ്മി എന്താ എപ്പോഴും അടി? അവളവിടെ കിടന്ന് കരയുക. നിനക്കവളെ അവസാനം വരെ നോക്കാൻ പറ്റില്ലെങ്കിൽ ബ്രേക്കപ്പ് ചെയ്ത് സെറ്റിൽ ചെയ്തുകൂടെയല്ല? ജയ ഇത് കേട്ട് ചൂടായി പറയും, ഇതെന്താ എല്ലാവരും എന്നോട് അവളെ സെറ്റിൽ ചെയ്ത് പറഞ്ഞു വിടാൻ പറയുന്നത്? അവളെ ഇപ്പോൾ കരയിച്ചു എന്നും കരുതി ഞാൻ വേറെ ഒന്നും അവൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല എന്നാണോ? നാംജു ചോദിക്കും, നീ എന്തിനാ എന്നോട് ദേഷിക്കുന്നേ? ഞാൻ നിന്നെ അഡ്വൈസ് ചെയ്തതല്ലേ? ഉടനെ ജയ്, ഷിം എന്നെ തേടി വന്നത് അവളുടെ ആഗ്രഹം, എന്നാൽ അവൾ എന്നെ ഒരിക്കലും വിട്ടു പോകരുത് എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊന്നും കേൾക്കാതെ നാംജു പറയും, എടാ, ഷിംചങ്ങിനെ പറ്റിയാണ് എനിക്ക് എന്തോ ഒന്ന് ഓർമ്മ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഉടനെ ജയ് നാംജുവിന്റെ തലക്കിട്ടൊരു തട്ടു കൊടുത്തിട്ട്, നീ വീണ്ടും തുടങ്ങിയ എന്തോ വരുന്നില്ല എന്നൊക്കെ പറയുന്നേ. അങ്ങനെ അവൻ നാംജുവിനെ ഡൈവേർട്ട് ചെയ്യും. അതേസമയം ഷിമ്മിനെ കാണിക്കും. അവൾ ചിന്തിച്ചു നോക്കും, ജയ്ക്ക് എന്ന് മുതൽ ഞാൻ മത്സ്യകന്യകയാണെന്ന് അറിയാമായിരിക്കും. കറക്റ്റ് അതേ ടൈമിൽ ജയ അകത്ത് വരും. ഷിമ്മും പുറത്തു വരും. ജയയോട് സംസാരിക്കാൻ തുടങ്ങും. വീട്ടിൽ ആരുമില്ലാഞ്ഞ് ഞാൻ സ്വിം ചെയ്തോണ്ടിരുന്നപ്പോൾ നാംജുവിന്റെ മുന്നിൽ പെട്ടു. അവൻ എന്നെ വെച്ച് ബിസിനസ് ചെയ്ത് ഒരുപാട് സമ്പാദിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചു പോയിട്ട് അവന്റെ മെമ്മറീസ് മായ്ച്ചു. ഇനി നീ പറ, എന്റെ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് നിനക്ക് എന്ത് തോന്നി? എന്നെ വെറുക്കുവാന്നോ അതോ എന്നെ കണ്ട് പേടിച്ചോ? ഇപ്പൊ ഇതാണോ ഇമ്പോർട്ടന്റ്? ഞാൻ നിന്നെ കണ്ട് വെറുത്തതും ഇല്ല പേടിച്ചതും ഇല്ല, കാരണം നീ ആദ്യം തൊട്ടേ ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് എനിക്കൊന്നും തോന്നിയില്ല. ഇത് കേട്ട് ഷിമ്മിന് സമാധാനമാകും. നല്ല കാര്യം നീ ഇത് പറഞ്ഞത്, കാരണം ഞാൻ എന്നും കിടക്കുമ്പോൾ ഇതും ചിന്തിച്ചാണ് ഉറങ്ങുന്നത്. ഞാൻ എപ്പോ നിന്റെ മുന്നിൽ പിടിക്കപ്പെട്ടാ എന്ത് ചെയ്യും എന്നൊക്കെ. അവളിങ്ങനെ ഫീലായി സംസാരിക്കുന്ന കേട്ട് നമ്മുടെ ജയ്, നീ എന്നെ പേടിപ്പിച്ചിട്ടില്ല, എന്നെ പേടിപ്പിക്കുന്നത് എന്റെ ഡ്രീം മാത്രമാണ്. കാരണം ഞാൻ ഡ്രീം കാണുന്നതൊക്കെ റിപ്പീറ്റ് ആകും. പക്ഷേ ഷിമ്മിനൊന്നും മനസ്സിലാകില്ല. നീ എന്തുവായി പറയുന്നേ? എന്ത് റിപ്പീറ്റ് ആകുമെന്നാ? ജയ അവളെയും കൊണ്ട് മ്യൂസിയത്തിൽ വരും. നിനക്കല്ലേ ഡൗട്ട് എന്ത് റിപ്പീറ്റ് ആകുമെന്നും? അവൻ അവളെ മേയർ റിയോങ്ങിന്റെ ഫോട്ടോ കാണിക്കും. ഷിം ഇത് കണ്ട് ഞെട്ടി വാ തുറക്കുന്നതിന് മുന്നേ ജയ പറയാൻ തുടങ്ങും, അവൻ എന്നെ പോലെ ഇരിക്കുന്നു എന്നാണ് നീ പറയാൻ വരുന്നതെന്ന് എനിക്കറിയാം, പക്ഷേ ഞാനാണ് അവനേക്കാളും സുന്ദരൻ. ഷിം ഇതാരാണെന്ന് ചോദിക്കും. ജയ പറയാൻ തുടങ്ങും, ഇതൊരു മത്സ്യകന്യകയെ സ്നേഹിച്ച ആളാണ്. ഇവൻ ചെറുതായി ഇരിക്കുമ്പോഴേ മരിച്ചു പോകേണ്ടതായിരുന്നു, പക്ഷേ ഒരു മെർമെയ്ഡ് വന്ന് ഇവനെ രക്ഷിച്ചു. അങ്ങനെ അവർ തമ്മിൽ പ്രണയത്തിലാകും. പക്ഷെ പെട്ടെന്ന് തന്നെ അവനൊരു പെണ്ണുമായി കല്യാണം കഴിക്കേണ്ടി വന്നു. അവൻ ആ പെണ്ണിനെ കളഞ്ഞിട്ട് ആദ്യ രാത്രി തന്നെ മെർമെയ്ഡിനെ തേടി പോകും. അവളെ കാണാതെ അവൻ കടലിൽ ചാടും. ഒരിക്കലും ഒന്നിക്കാൻ കഴിയില്ല എന്ന് കരുതി മെർമെയ്ഡ് അവന്റെ മെമ്മറീസ് മായ്ക്കും. ഒരുപാട് നാളുകൾ കഴിഞ്ഞ് രണ്ടുപേരും വലുതായി കഴിയുമ്പോൾ വീണ്ടും അവർ കണ്ടുമുട്ടും. മേയർ റിയോങ്ങിന് പഴയ കാര്യങ്ങൾ ഓർമ്മ വന്ന് അവർ പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കും. ഒരു നിമിഷം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടി മാറ്റി വെക്കണേ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അവിടെ വെച്ച് ജയ് സ്റ്റോറി നിർത്തും. ഷിമ്മ് ക്യൂരിയോസിറ്റി കാരണം ചോദിക്കും, പിന്നെ എന്തായി? അവർ രണ്ടും ഒന്നിച്ചാ? കഴിഞ്ഞ ജന്മത്തിൽ അവർ രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ സഹിച്ച് അവസാനം മരിച്ചു പോയത് ഓർത്തിട്ട് ജയ അവളോട് കള്ളം പറയും. അതായത് അവർ രണ്ടും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും അവരുടെ ആ ലൈഫ് ജീവിച്ചെന്ന്. അവർ രണ്ടുപേർക്കും ഒരുപാട് കൊച്ചുങ്ങളും ഉണ്ടായിരുന്നു. ഹാപ്പി എൻഡിങ് ആയിട്ട് ഷിമ്മ സന്തോഷം കൊണ്ട് കരയാൻ തുടങ്ങും. ഞാനെന്തിനാ കരയുന്നേ എന്നെനിക്കറിയില്ല. ഉടനെ ജയ അവളെ മ്യൂസിയത്തിലിരിക്കുന്ന ജാറ് കാണിക്കും. എനിക്കിപ്പോൾ ഡ്രീം വരുന്നത് പോലെ അയാൾക്ക് വന്ന് ഡ്രീം വന്ന് കാണും. ഈ ജാറിലെ പിക്ചർ കാണുമ്പോഴേ നമുക്കത് മനസ്സിലാവും. ഉടനെ ഷിമ്മി ഒതുക്കും, നീ എന്തോ സ്വപ്നം കണ്ട് പേടിച്ചെന്ന് പറഞ്ഞിട്ട് ഇതിൽ അതിനും വേണ്ടി പേടിക്കാൻ എന്തിരിക്കുന്നു? എല്ലാം ഹാപ്പി എൻഡിങ് ആയിരുന്നില്ലേ? എന്താണെന്ന് പറ എന്നും പറഞ്ഞവൾ ബഹളം വെക്കാൻ തുടങ്ങും. ജയ അവളെ ബഹളം വെക്കുന്നതിന് ഓരോന്ന് പറഞ്ഞ് അവളെ ഡൈവേർട്ട് ആക്കും. പക്ഷേ ഷിമ്മ വിടില്ല. ജയ പറയും, നീ പറഞ്ഞ പോലെ ഹാർട്ട് ബീറ്റ് നിൽക്കുന്ന സിറ്റുവേഷനൊക്കെ ഇവരുടെ ലൈഫിലും വന്നു, അതാണ് ഞാൻ കണ്ട് പേടിക്കാൻ കാരണം. ഉടനെ ഷിമ്മ പറയും, ജയ് നീ അതോർത്ത് പേടിക്കേണ്ട, നമ്മൾ എന്ന് ഒരുമിച്ചിരുന്നാൽ ഒന്നും സംഭവിക്കില്ല. നീ പറഞ്ഞ സ്റ്റോറിയിലെ കപ്പിളും അങ്ങനെ സ്നേഹത്തോടെ ഇരുന്നോണ്ടല്ലേ അവർ ഇത്രയും നാളും ജീവിച്ചത്. ഉടനെ ജയ്, ഞാനൊന്നും റിയോങ് അല്ല,
എൻ്റെ മൈൻഡ് സ്റ്റേബിൾ അല്ല, ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കും. ഇത് കേട്ട ഷിം, അപ്പോൾ നീ നിന്റെ മൈൻഡ് ചേഞ്ച് ആകുമോ എന്ന് ഓർത്താണ് പേടിക്കുന്നത്. പക്ഷേ ജയ്, ഇതൊന്നും ശരിയല്ല. ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നതൊക്കെ നിനക്ക് കേൾക്കാൻ പറ്റും, പക്ഷേ നീ വിചാരിക്കുന്ന എനിക്ക് കേൾക്കില്ലല്ലോ. ഇങ്ങനെ ഷിം വിഷമിച്ച് പറയുന്ന കേട്ട് ജയ്, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, ഞാൻ എപ്പോഴും സത്യം മാത്രമേ പറയൂ. അത് കഴിഞ്ഞ് ജയയുടെ വീട്ടിൽ കുറേ നേരം ചിന്തിച്ച് ഷിമ്മിനൊരു ഐഡിയ വരും. അവൾ ഉടനെ ജയയുടെ അടുത്ത് പോയി, ജയ്, എനിക്കൊരു ഐഡിയ വന്നു. നീ എൻ്റെ ഹേർട്ടിൻ്റെ കാര്യം അറിഞ്ഞതുകൊണ്ട് നല്ല വിഷമത്തിലായിരിക്കില്ലേ? ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇന്നലെയല്ലേ നീ സത്യമല്ല അറിഞ്ഞത്? ഞാൻ എൻ്റെ പവറെല്ലാം ഉപയോഗിച്ചിട്ട് ആ ഒരു ദിവസത്തെ മെമ്മറി എറേസ് ചെയ്യട്ടെ എന്ന് എന്തോ സാധനം ഡിലീറ്റ് ആക്കുന്ന പോലെ പെർമിഷൻ ചോദിക്കാൻ തുടങ്ങും. ഒന്നാതെ ഷിം ഒരു കിറുക്കാണ്. മെമ്മറി എറേസ് ചെയ്യാമെന്ന് പറഞ്ഞ് വേറെ എന്തെങ്കിലും ചെയ്താലോ എന്ന് പേടിച്ച് ജയ് വേണ്ടെന്ന് പറയും. പക്ഷെ ഷിം അവനെ വിടാതെ അവൻ്റെ കൈ ടൈറ്റായി പിടിക്കും. ജയ്, ഞാൻ പറയുന്ന കേൾക്ക്, മെമ്മറി എറേസ് ചെയ്യുമ്പോൾ ഒരിക്കലും വേദനിക്കില്ല. ജയ് അവളെ തള്ളിക്കളഞ്ഞിട്ട് ഓടാൻ തുടങ്ങും. ജയ് ഹാള് ഫുൾ ഓടും. ഷിമ്മും പുറകെ വെച്ച് പിടിക്കും. അവർ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് സ്ലിപ്പായി വീഴാൻ പോകും. സോഫയിലൊക്കെ വന്ന് വീഴും. അവസാനം ഷിം അവനെ പിടിക്കും. ഇതെല്ലാം നാംഡുവും ടേയും ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. പതിവ് പോലെ ടേ അവനെ തുറച്ചു നോക്കും. ഷിമ്മും ജയും സോഫയിൽ കിടന്ന് പിടിവലി കൂടുന്ന കണ്ട് നാംഡു കരുതും, ഇവരെന്തോ ഈ കാണിക്കുന്നേ? ഇന്നലെ വരെ ഷിം എന്തൊരു കരച്ചിലായിരുന്നു, ഇന്ന് കൊച്ചു പിള്ളേരെ പോലെ ഓടിക്കളിക്കുന്നു. എന്നെ കൊണ്ട് ഇതൊന്നും കാണാൻ വയ്യേ എന്നും പറഞ്ഞ അവരവിടെ നിന്നും പോകും. കുറച്ചു കഴിഞ്ഞ് ജയും ഷിമ്മും റെസ്റ്റ് എടുക്കുമ്പോഴും ഷിമ്മ ടോപ്പിക്ക് വിടില്ല. കഷ്ടമുണ്ട് ജയ്, ഒരു പാതി ദിവസത്തെ മെമ്മറിയെങ്കിലും മായ്ച്ചോട്ടെ. ഉടനെ ജയ് ചൂടായിട്ട്, മര്യാദയ്ക്ക് ആ ഡോർ അടച്ചിട്ട് പൊക്കോ, അല്ലെങ്കിൽ എൻ്റെ മെമ്മറി മായ്ച്ച എന്ത് സംഭവിക്കാനാ? ഞാൻ മുന്നേ പറഞ്ഞ പോലെ എൻ്റെ മൈൻഡ് മാറി നിന്നെ ഇഷ്ടപ്പെടാതിരുന്നാലാ? ഉടനെ ഷിമ്മ്, ഒരിക്കലും അങ്ങനെ നടക്കില്ല. ഞാനൊരു മെർമെയ്ഡാണ്, എനിക്ക് എല്ലാ മനുഷ്യരെ പറ്റി അറിയാം. നിന്നെ ആദ്യമേ കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടമായി. ഞാൻ അന്നേ ഉറപ്പിച്ചതാ നീ എൻ്റെ ലൈഫ് ലോങ് കൂടെ കാണുമെന്ന്. ഇത് കേട്ട് ജയ പറയും, നീ വേറെ എന്തൊക്കെ മനസ്സിൽ വിചാരിച്ചെന്നും എനിക്കറിയാം. ഷിമ്മ് പറയും, കരയ്ക്ക് വന്നപ്പോൾ ഞാൻ ആദ്യമായി കണ്ടത് നിന്നെയാ. പിന്നെ TV കണ്ടപ്പോഴേ നിന്നെക്കാട്ടി സുന്ദരന്മാരുണ്ടെന്ന് മനസ്സിലായത്. എനിക്ക് അന്ന് അറിയില്ലായിരുന്നു നിനക്ക് എല്ലാം കേൾക്കാൻ പറ്റുമെന്ന്. അതാ ഞാൻ വേണ്ടാത്തൊക്കെ ചിന്തിച്ചത്. എന്നിട്ട് അവൾ താഴേക്ക് ഇറങ്ങി വരും. എന്തായാലും ഇപ്പോഴെങ്കിലും ഞാൻ സത്യം അറിഞ്ഞല്ലോ, നിനക്ക് എല്ലാം ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരാഴ്ചത്തെ മെമ്മറിയെങ്കിലും ഞാനൊന്ന് എറേസ് ചെയ്തോട്ടെ. ജയ അവളോട് പറയും, ഒന്നേ നീ കടലിൽ പോകണം, അല്ലെങ്കിൽ ഞാൻ ഫ്ലൈറ്റ് പിടിച്ച് ദൂരെ എവിടെയെങ്കിലും പോകും. അതിൽ നീ കടലിൽ പോകുന്നതായിരിക്കും സേഫ്. ഞാനും നിന്നെ കൂടെ കൂടെ കാണാൻ വരാം. ഇനി നീ മെമ്മറി എറേസ് ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ ഇതായിരിക്കും നടക്കാൻ പോകുക. ഇത് കേട്ട ഷിമ്മ് പറയും, ശരി, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. നിന്റെ കൈ ഒന്ന് പിടിച്ചോട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കിടന്നുറങ്ങാം. ജയ അതിന് സമ്മതിക്കില്ല. ഷിമ്മ് മനസ്സിൽ വിചാരിക്കും, സത്യം പറഞ്ഞാലും ഇവൻ വിശ്വസിക്കില്ലേ? ഉടനെ ജയ പറയും, എനിക്കെല്ലാം കേൾക്കുന്നുണ്ട്. യഥാർത്ഥ മെർമെയ്ഡ് ഒരിക്കലും കള്ളം പറയില്ല. നീ ഒരുപാട് ഫെയറി ടെയിൽസ് വായിക്കണം എന്നവൻ അഡ്വൈസ് ചെയ്യുന്ന കേട്ട് ഷിമ്മ് ചൂടായി ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടക്കും. ഇത് കണ്ട ജയ്, നീ മെമ്മറി ഒന്നും എറേസ് ചെയ്യില്ലല്ലോ അല്ലേ? ഷിമ്മ് ഒരിക്കലും ഇല്ല എന്ന് പറയും. അങ്ങനെ അവർ സന്തോഷമായി കിടന്നുറങ്ങും. അടുത്ത സീനിൽ ചെയർമാന്റെ വൈഫ് കം ചെയ്യാൻ ജയയുടെ അമ്മ ജിന്നിന്റെ വീട്ടിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞ് അവിടെ വരും. ജയയുടെ അമ്മ അവരെ കണ്ടിട്ടും കണ്ട ഭാവം കാണിക്കാതെ കൂളായി നിൽക്കും. ജിന്ന് പറയും, ഈ ലേഡി ജോലി വിട്ട് പോവുകയാണെന്ന്. ഉടനെ കം ചെയ്യാൻ ജയയുടെ അമ്മയെ അവരുടെ വീട്ടിൽ ജോലിക്ക് വിളിക്കും. ഇത് കേട്ട ജയയുടെ അമ്മ അവരെ ആക്കി ചോദിക്കും, ഞാനങ്ങോട്ട് വരട്ടെ എന്ന്. ഇത് കേട്ട് കം ചെയ്യാൻ ജിന്നിനോട് പറയും, സെർവൻറ്റിനോട് അവർക്ക് തനിയെ സംസാരിക്കണമെന്ന്. ജിന്ന് മാറിക്കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ ജയയുടെ അമ്മ അത് സമ്മതിക്കാതെ ജിന്നിനോട് ചെയർമാന്റെ യഥാർത്ഥ ഭാര്യ അവരാണെന്ന് പറയും. ഇത് കേട്ട് ജിന്നിന്റെ മുന്നിൽ നാണം കേട്ട കം ചെയ്യാൻ അവിടെ നിന്ന് പോകും. എല്ലാവരും തേടി നടന്ന ചെയർമാന്റെ വൈഫിനെ കിട്ടിയെന്ന എക്സൈറ്റ്മെന്റിൽ ജിന്ന് അവളുടെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ച് പറയും. പിന്നീട് കാണിക്കുന്നത് ഡിറ്റക്റ്റീവും ജയയൊക്കെ ചേർന്ന് ഒരു മീറ്റിംഗ് നടത്തുന്നതാണ്. ജയ നാംഡുവിനോട് ചോദിക്കും, കം ചെയ്യാനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടിയോ എന്ന്. നാംഡു കണ്ടുപിടിച്ചതെല്ലാം പറയും. അവരുടെ 2 ഹസ്ബൻഡും ഒരു അസുഖം വന്ന് മരിച്ചുപോയി. അതിന്റെ ഇൻഷുറൻസ് എല്ലാം ഇവർക്കാണ് കിട്ടിയത്. ഇപ്പൊ മിക്കവാറും അവർ വേറെ പേരിലാകാനാണ് സാധ്യത. ഞാൻ ഷോക്കായത് വേറൊന്നുമല്ല, ജയയുടെ അമ്മ പഠിച്ച അതേ ഹൈസ്കൂൾ ബാച്ചിലാണ് ഇവരും പഠിച്ചത്. അത് കഴിഞ്ഞ് ഡിസ്ചാർജായി കംജിയാന്റെ കൂടെ വരുന്ന ചെയർമാനെ കാണാം. കംജിയാൻ പറയും, മാനേജർ നമ്മിന് പകരമായി തൽക്കാലത്തേക്ക് ഒരു മാനേജറിനെ വെക്കാം. കാരണം മാനേജർ നാം എപ്പോൾ സുഖമാകും എന്ന് പറയാൻ പറ്റില്ല. പുതിയ മാനേജർ വേറെ ആരും അല്ലായിരുന്നു, അത് ക്രിമിനൽ യാങ് ആയിരുന്നു. ജയയുടെ അമ്മയാണ് ചെയർമാന്റെ യഥാർത്ഥ വൈഫ് എന്നറിഞ്ഞ് ജിന്ന് അവരെ ചേച്ചി എന്ന് വിളിച്ച് സോപ്പിടാൻ നോക്കും. എന്നിട്ട് പറയും, നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം നേടിയെടുക്കണമെന്ന്. ജയയുടെ അമ്മയ്ക്ക് അതിലൊന്നും താല്പര്യമില്ല എന്ന് പറയും. എങ്കിലും ജിൻ ഓരോ പ്ലാനിങ് ചെയ്യും. എന്നിട്ട് ഷിയയോട് ചെന്ന് കാര്യം പറയും. ഇത് കേട്ട് ഷിയ വീണ്ടും ഷോക്കാകും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ടേ ജയയുടെ വീട്ടിലിരുന്ന് ഗെയിം കളിക്കുകയായിരുന്നു. പെട്ടെന്ന് അവന് ഷിയയുടെ കോള് വരും. ഗെയിം കളിക്കുന്നത് കാരണം അവൻ വേഗം കോൾ എടുക്കും. ഉടനെ ഷിയ, ടേ നീ എന്റെ കോള് നോക്കിയിരിക്കുവായിരുന്നോ? ഒരു ബെല്ല് പോലും വന്നില്ലല്ലോ, അതിന് മുന്നേ എടുത്ത്. ടേ കാര്യം പറയാൻ നോക്കും. പെട്ടെന്ന് ഷിയ അവനെ ഒരു ക്ലബിലേക്ക് വിളിക്കും. കേട്ട ഉടനെ ടേ
റെഡിയായി പോകാനിറങ്ങും. ഇത് കണ്ട നാംദു ചോദിക്കും, നിന്റെ എപ്പോഴും മൊബൈലോ ലാപ്ടോപ്പോ ഒക്കെ കാണുന്നതാണല്ലോ, ഇപ്പൊ എവിടേക്കാ? അവനോട് ഷിയെ കാണാൻ ക്ലബിൽ പോകുവാണെന്ന് പറയും. ഉടനെ നാംദു, എങ്കിൽ പിന്നെ ഞാനും വരുന്നു. അവരെവിടെ പോകുന്നെന്നോ എങ്ങനെ പോകുന്നെന്നോ അറിയാതെ ഷിമ്മും കൂടെ വരുന്നെന്ന് പറഞ്ഞ് 3 പേരും ജോളിയായിട്ട് ഇറങ്ങും. അകത്ത് ചെല്ലുമ്പോൾ ഷിയെ ഇരുന്ന് കുടിക്കുവാണ്. ഞാൻ നിന്നോട് മാത്രം വരാനല്ലേ പറഞ്ഞത്, നീ എന്തിനാ ഫാമിലി മൊത്തം കൊണ്ടുവന്നത്? അതേസമയം വീട്ടിലെത്തിയ അവിടെ ആരെയും കാണാതെ നംദുവിനെ വിളിക്കും. ഷിമ്മിനെ കൂട്ടി എല്ലാവരും ക്ലബിൽ വന്നെന്നറിഞ്ഞ് ചൂടായി ജെയ്യും അവിടേക്ക് വരുന്നെന്ന് പറയും. ഈ ക്ലബിൽ ഷിമ്മാണ് സുന്ദരിയെന്ന് എല്ലാവരും പറഞ്ഞ് അവളെ നോക്കും. ഷി അവിടെ ഡാൻസ് കളിക്കുന്നത് കണ്ട് ഷിമ്മും ഡാൻസ് കളിക്കാൻ തുടങ്ങും. കറക്റ്റ് ടൈമിൽ ജയ എവിടെ എത്തും. അവൻ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഷിമ്മിനെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോകും. വേറെ എവിടെയെങ്കിലും പോകാമെന്ന് കരുതി വരുമ്പോൾ പുറത്ത് നല്ല മഴയാണ്. 2 പേരും ഒരിടത്ത് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യും. പക്ഷെ മഴ നിൽക്കുന്ന ലക്ഷണമില്ല. ഉടനെ ഷിമ്മ്, എന്നാലും എനിക്ക് നിന്റെ കൂടെ മഴയിൽ ഒരുമിച്ച് വരാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ഫീലായി പറയുന്ന കേട്ട് നീ ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ ദാ വരുന്നു. അവൻ അടുത്തുള്ളൊരു സ്ഥലത്ത് പോയി എന്തോ വാങ്ങി വരുന്ന കാണാം. അതൊരു കുടയും 2 ബൂട്ട്സും ആയിരുന്നു. അത് അവളുടെ കാലിലിട്ട് കൊടുത്തിട്ട്, ഇനി നിന്നെ കൊണ്ട് പറ്റില്ല എന്നൊന്നും പറയരുത്. അങ്ങനെ അവർ അതിലെ നടന്നു പോകും. പിന്നീട് നമ്മുടെ ഷിമ്മ് അവളുടെ 2 ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന കാണാം. പുറത്ത് നല്ല മഴ കണ്ട് റോഡിലിരിക്കുന്നവർ ഷിമ്മിനോട് പറയും, ചിലർ അവരുടെ ബാഗ് കവർ ചെയ്ത് മഴ നനയാതെ ഓടുന്നു. കാരണം ആ ബാഗൊന്നും ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതേസമയം ചിലർ ബാഗ് നനയാതെ അവർ നനഞ്ഞിട്ട് ബാഗ് കവർ ചെയ്ത് ഓടും. അതിന്റെ അർത്ഥം എന്തുവാ? ആ ബാഗ് ഒറിജിനലാണ്. അവരതിനെ എപ്പോഴും നനയാതെ സംരക്ഷിക്കും. ഇത് കേട്ട ഷിമ്മ് അവളെ സാധാരണ മനുഷ്യരും കണക്ട് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങും. അതായത് ഷിമ്മിനി എത്രയൊക്കെ മനുഷ്യരുടെ കൂടെ ചേർന്ന് ജീവിച്ചാലും അവള് മനുഷ്യനല്ലല്ലോ എന്ന്. ഉടനെ അവള് പറയും, ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഞാൻ ഇനി മുതൽ എനിക്ക് വേണ്ടി ജീവിക്കും. നാളെ എൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, എല്ലാവരും വരണം. യഥാർത്ഥത്തിൽ അതെന്നാണെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ തീരുമാനിച്ചു, നാളെയാണ് എൻ്റെ ബർത്ത്ഡേ. പിന്നീട് ഹോസ്പിറ്റൽ മാനേജർ നമ്മിനെ കാണാൻ വരുന്ന ചേഹുവിനെ കാണാം. അവൻ ആരും കാണാതെ വാർഡിൽ കയറി മാനേജറിനോട് സംസാരിക്കും. അവൻ്റെ അമ്മയും മാനേജർ നമ്മിൻ്റെ കേസിൽ ഇൻവോൾവ് ആണെന്നറിഞ്ഞ് ചേഹുൻ തെളിവ് നശിപ്പിക്കാൻ മാനേജർ നമ്മിൻ്റെ ഓക്സിജൻ എടുത്ത് മാറ്റും. പക്ഷേ പെട്ടെന്ന് അവിടെ സൗണ്ട് കേൾക്കാൻ തുടങ്ങും. എന്ത് ചെയ്യണമെന്നറിയാതെ ചേഹുൻ അവിടെ നിൽക്കുമ്പോൾ ക്രിമിനൽ യാങ് വന്ന് അവനെ പിടിച്ചുകൊണ്ട് പുറത്തു വരും. അതേസമയം മാനേജർ നമ്മിൻ്റെ വൈഫിനെ ജയയുടെ അമ്മ കോൾ ചെയ്യുമായിരുന്നു. അവർ ജയയെ പറ്റി തിരക്കും. കൂടെ തന്നെ അവൻ്റെ നമ്പർ. മാനേജറിന്റെ വൈഫ് നമ്പർ കൊടുക്കാനായി സംസാരിച്ചുകൊണ്ട് വാർഡിന്റെ അടുത്ത് വരുമ്പോൾ ഡോക്ടേഴ്സ് ഓടുന്ന കണ്ട് അവർ ഷോക്കാകും. ഡോക്ടേഴ്സ് മാനേജറിന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുമ്പോൾ അയാൾക്കും ഏൻഷ്യന്റിലെ വിഷ്വൽസ് വരും. അവിടെ അയാൾ എവിടെ നിന്നോ ബുക്ക് എടുക്കുകയായിരുന്നു. അതേസമയം അയാളെ ഒരാൾ വാച്ച് ചെയ്യും. ഇക്കാര്യം നമ്മിനും മനസ്സിലായി പേടിച്ചൊരിടത്ത് പോയി ഒളിച്ചിരിക്കും. പിന്നീട് പ്രസന്റിൽ മാനേജർ നോർമൽ ആവുന്നത് കാണിക്കും. റെസ്റ്റോറന്റിൽ നിന്ന് വീട്ടിൽ പോയ നായിക ജയയുടെ അമ്മയെ വിളിച്ച് സംസാരിക്കും. ആന്റി, നാളെ എന്റെ ബർത്ത്ഡേ ആണ്, വീട്ടിൽ ചെറിയ പാർട്ടി ഉണ്ട്, നിങ്ങൾ വരുമോ എന്ന് ചോദിക്കുമ്പോൾ ജയയുടെ അമ്മയ്ക്ക് കുറച്ച് കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറയും. ഉടനെ ഷിമ്മ്, സാരമില്ല ആന്റി, സത്യത്തിൽ എനിക്ക് എന്റെ ബർത്ത്ഡേ എന്നാണെന്ന് പോലും അറിയില്ല, ഞാനാണ് നാളെ എന്റെ ബർത്ത്ഡേ ഫിക്സ് ചെയ്തത്. ഇത് കേട്ട് ഫീലായ ജയയുടെ അമ്മ, ഷിംചങ്, നിന്റെ അച്ഛനും അമ്മ ഇപ്പൊ കൂടെ ഇല്ലേ? നീ ജനിച്ചിട്ട് ഇതുവരെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ലേ? പോട്ട്, നീ വിഷമിക്കണ്ട, നാളെ ഞാൻ ഉറപ്പായും വരും എന്നവര് പറയും. അടുത്ത ദിവസം രാവിലെ ഷിംചങ് ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരുപാട് ഫുഡ്, കേക്ക് എല്ലാം ഓർഡർ ചെയ്ത് വീട്ടിൽ വരുത്തും. വീട്ടിലെ ആദ്യത്തെ ഗസ്റ്റ് തന്നെ ഷിമ്മിന്റെ ക്ലോസ് ഫ്രണ്ടായ സിയു ആയിരുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടിട്ട് നാംഡു ജയെ വിളിച്ച് പറയും, എടാ, ഷിമ്മിന് എന്ത് പറ്റിയെന്ന് അറിയില്ല, അതിരാവിലെ എണീറ്റ് ഇന്നാണ് അവളുടെ ബർത്ത്ഡേ എന്ന് തീരുമാനിച്ചു. പാർട്ടിക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം റെഡിയാക്കെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് രാവിലെ തൊട്ട് പണി തന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഷിമ്മിന് ഭയങ്കര കുഴപ്പമാണ്, അവൾക്ക് TV-യിൽ എന്തൊക്കെ കാണുന്നോ അതെല്ലാം വേണം. ഉടനെ ജെ അവള് പറയുന്നതെല്ലാം ചെയ്തു കൊടുത്തേക്ക്, ഞാനും അങ്ങോട്ടേക്കാണ്. കോള് കട്ട് ചെയ്തിട്ട് ജെ അവൾക്ക് വേണ്ടി ബൊക്കെ വാങ്ങിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ജയയുടെ വീട്ടിൽ അവളുടെ രണ്ടാമത്തെ ഫ്രണ്ടും വരുന്നതാണ്. അവര് നാംഡുവിന്റെ കയ്യിൽ ഒരു കവർ കൊടുക്കും. അതിൽ ഷിംചങ്ങിന്റെ ഫേവറേറ്റ് ഫുഡാണെന്നും പറഞ്ഞ്. പിന്നീട് ജയയുടെ അമ്മ ഷിമ്മിനെ കോൾ ചെയ്യും. ഞാൻ നീ പറഞ്ഞ അഡ്രസ്സിലേക്ക് വരുവാണ് എന്ന് പറഞ്ഞു തരുന്നതും ഷിം അവരുടെ അടുത്തെത്തും. എന്നിട്ട് അമ്മയുടെ കയ്യിലുള്ള ബാഗ് വാങ്ങി അതിലെന്താണെന്ന് നോക്കും. ജയയുടെ അമ്മ പറയും, അതിൽ കുറച്ച് ഫുഡാണ്, എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഇതൊക്കെയായിരുന്നു ചെയ്തു കൊടുക്കുന്നത്, അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ അവിടെ സൈഡിൽ ജയും ബൊക്കെ കൊണ്ട് നടന്നു വരും. അവൻ നായികയെ കണ്ട് ഷിംചങ് എന്ന് വിളിച്ച് കൈയാട്ടും. പക്ഷെ അവളത് കാണില്ല. അപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ 2 പേരും കറക്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കും. ഷിമ്മ് ജയയെ കണ്ട് സന്തോഷത്തിൽ വിളിച്ചു കൂവാൻ തുടങ്ങും. ജയയുടെ അമ്മയ്ക്ക് അവൻ ദൂരെ ആയതുകൊണ്ട് കാണാൻ പറ്റില്ല. ഷിംചങ്ങിനോട് ചോദിക്കും അവൻ ആരായെന്ന്. അവള് പറയും, എന്റെ ബോയ് ഫ്രണ്ട് ആണ്. ജയ എന്നും പറഞ്ഞവൾ വിളിച്ചു കൂവാൻ തുടങ്ങും. ഇത് കേട്ട ജയ, ഷിംചങ്, നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്റെ പേര് ഉറക്കി വിളിക്കരുതെന്ന്, റോഡിൽ
എത്ര പേരുള്ളതാ? ജെ എന്ന പേര് കേട്ട് അവന്റെ അമ്മ ഷോക്കായി. നിന്റെ ബോയ് ഫ്രണ്ടിന്റെ പേര് ജെ എന്നാണോ എന്ന് ചോദിക്കുമ്പോൾ മറുപടിയായി അവൾ, അതെ, അവൻ നല്ല സുന്ദരനാണ്, എപ്പോഴും കുഞ്ഞിലെ അങ്ങനെ ആയിരുന്നുവെന്ന് അവന്റെ അമ്മ പറയുമായിരുന്നത്രേ. ഇത് കേട്ട് അവന്റെ അമ്മ പഴയ കാര്യങ്ങൾ ഓർത്ത് കരയാൻ തുടങ്ങും. ഇത് കണ്ട് ഷിം കാര്യം തിരക്കുമ്പോൾ, അവരൊന്നുമില്ല, എന്റെ മോന്റെ പേരും ജെ എന്നാണ്, ഞാൻ കുറെ വർഷങ്ങളായി അവനെ കണ്ടിട്ടേ ഇല്ല. ഇതെല്ലാം കേൾക്കുന്ന ഷിമ്മിന് ഡൗട്ടാകും. അപ്പോൾ നിങ്ങളാണോ ആ ഹെർക്കുലസ് ലൈറ്റ് ഹൗസ്? ഉടനെ അവന്റെ അമ്മയും അതൊക്കെ ഓർക്കാൻ തുടങ്ങും. ജെയുടെ അമ്മയാണെന്ന് മനസ്സിലാക്കിയ ഷിം ഒരുപാട് സന്തോഷിച്ച് മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങും. ഹെർക്കുലസ് ലൈറ്റ് ഹൗസിലെ സ്റ്റോറി സത്യമായി. അവിടെ വെച്ച് പിരിയുന്നവർ വീണ്ടും ഒന്നിക്കും. ജെ, നീ ഒരുപാട് സന്തോഷമായിരിക്കണം, കാരണം നിന്റെ അമ്മയെ മീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെയൊക്കെ ഷിം വിചാരിക്കുന്നതെല്ലാം ജെ കേൾക്കും. ഇത്രേ വർഷം അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും അവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം സ്വന്തം അമ്മയെ കാണുന്ന ജെയെ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.